നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കരിപ്പൂരിൽ നിന്ന് ദോഹയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഖത്തർ എയർവേസ് വിമാനം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വൈകുന്നു. ഇന്ന് പുലർച്ചെ 3:30 പുറപ്പെടേണ്ട വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനത്തിൽ കയറിയ ആളുകളെ പെട്ടെന്ന് പുറത്തിറക്കുകയായിരുന്നു. സാങ്കേതിക തകരാറാണ് എന്നാണ് നിലവിലെ വിശദീകരണം. ദോഹയിലേക്ക് പോകേണ്ട 135 യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റിയതായി വൃത്തങ്ങൾ അറിയിച്ചു. ഒന്നുകിൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ ഖത്തറിൽ നിന്ന് ഒരു ബദൽ വിമാനമെത്തും, അല്ലെങ്കിൽ സാങ്കേതിക തകരാർ പരിഹരിക്കപ്പെടും എന്നും അധികൃതർ വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും മികച്ച വിമാന സർവീസ് കമ്പനിയായി മാറിയ ഖത്തർ എയർവേസ് യാത്രക്കാരുടെ സുരക്ഷ കണക്കാക്കി മുൻകരുതൽ എടുക്കുന്നതിൽ മുൻപന്തിയിലാണ്. നാളുകൾക്ക് മുമ്പ് ദോഹയിൽ നിന്ന് പുറപ്പെട്ട ഖത്തർ എയർവേസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടിരുന്നു. ഇന്തോനേഷ്യയിലെ ഡെൻപസറിലേക്ക് പുറപ്പെട്ട QR960 വിമാനം ആകാശ ചുഴിയിൽ അകപ്പെടുകയായിരുന്നു. തുടർന്ന് വിമാനം ബാങ്കോക്കിൽ അടിയന്തരമായി ഇറക്കുകയും തുടർന്ന് പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുകയും ചെയ്തിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാർക്കും ആഹാരവും താമസ സൗകര്യവും ഖത്തർ എയർവേസ് ഒരുക്കുകയും ചെയ്തു. യാത്രക്കിടെയാണ് വിമാനം ആകാശ ചുഴിയിൽ അകപ്പെടുന്നത്. ചില യാത്രക്കാർക്ക് പരിക്കേറ്റെങ്കിലും വിമാനം സുരക്ഷിതമായി ബാങ്കോക്കിൽ ഇറക്കുകയായിരുന്നു. എന്നാൽ പൈലറ്റിന് സംഭവിച്ച പിഴവിനെ തുടർന്നും ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഖത്തർ എയർവേസുമായി ബന്ധപ്പെട്ട് ആശ്ചര്യപ്പെടുത്തുന്ന റിപ്പോർട്ടായിരുന്നു അതിലൊരെണ്ണം. യൂറോപ്പിലേക്കുള്ള യാത്രക്കിടെ ആകാശത്ത് വെച്ച് വിമാനം അതിവേഗതയിൽ താഴേക്ക് വരികയായിരുന്നു. നിയന്ത്രണം വിട്ട് കടലിലേക്ക് കൂപ്പുകുത്തുമെന്ന് കരുതിയ വിമാനം പൈലറ്റിന്റെ ഇടപെടൽ കാരണം വീണ്ടും പറന്നു പൊങ്ങി. ഈ വേളയിൽ യാത്രക്കാർ അലറിക്കരയുകയും ചിലർ വൊമിറ്റ് ചെയ്യുകയും ചെയ്തുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖത്തർ എയർവേസ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ സംഭവം ഇങ്ങനെയായിരുന്നു. ദോഹയിൽ നിന്ന് ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം. ദോഹയിൽ നിന്ന് പുറപ്പെട്ട് അല്പസമയം കഴിഞ്ഞാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. പൊടുന്നനെ പൈലറ്റിന് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 1000 അടി താഴേക്ക് വിമാനം കൂപ്പുകുത്തുകയായിരുന്നു. 24 സെക്കൻഡിൽ അതിവേഗം താഴേക്ക് വിമാനം വന്നത് യാത്രക്കാരെ പരിഭ്രാന്തരാക്കി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. പൈലറ്റോ ജീവനക്കാരോ യാത്രക്കാരോ ഒന്നും അറിയിച്ചില്ല. വിമാനം നിയന്ത്രണം വിട്ട് കടലിലേക്ക് പതിക്കുകയാണെന്ന് ചില യാത്രക്കാർ പറഞ്ഞു. ഇതോടെയാണ് പലരും അലറിക്കരഞ്ഞത്. ലുക്കാസ് ആൻഡേഴ്സൺ എന്ന യാത്രക്കാരനെ ഉദ്ധരിച്ച ഒരു അന്തർദേശീയ മാധ്യമമാണ് ഇക്കാര്യം വിശദമാക്കിയത്. വലിയ ശബ്ദവും ഈ സമയം കേട്ടുവെന്ന് ലുക്കാസ് പറയുന്നു. തന്റെ സഹോദരിക്ക് മുമ്പിലുണ്ടായിരുന്ന വ്യക്തി ഛർദ്ദിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 1850 അടി ഉയരത്തിൽ വെച്ചാണ് ഖത്തർ എയർവേസ് വിമാനത്തിന് നിയന്ത്രണം നഷ്ടമായത്. തുടർന്ന് വളരെ വേഗത്തിൽ താഴ്ന്നു 850 അടിയിലേക്ക് കൂപ്പുകുത്തി. അപ്പോഴേക്കും പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയായിരുന്നു. പൈലറ്റിന്റെ ഭാഗത്ത് സംഭവിച്ച പിഴവാണ് ഇതിന് കാരണമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഖത്തർ എയർവേസ് ഈ വിവരം പരസ്യമാക്കിയിരുന്നില്ല. എങ്കിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിരുന്നു. ഏവിയേഷൻ ഹെറാൾഡ് ആണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത്. പിന്നീട് യാത്രക്കാരിൽ ചിലർ ഇത് സംബന്ധിച്ച് പ്രതികരിക്കുകയും ചെയ്തിരുന്നു.